നിസ്കാരം കൊണ്ട് ചേരാ, നോമ്പോട്ട് ചേരാ, ഹുബ്ബോട്ട് ചേരാ. ഹബീബിനോട് ഹുബ്ബ് കൊണ്ട് ചേരാത്ത ആളുകൾ, ഈമാൻ കൊണ്ട് ചേരാത്ത ആളുകൾ, നിസ്കാരം കൊണ്ട് ചേരാത്ത ആളുകൾ, നോമ്പ് കൊണ്ട് ചേരാത്ത ആളുകൾ, ഹുബ്ബ് കൊണ്ട് ചേരാത്ത ആളുകൾ അന്ന് അവിടെ പറഞ്ഞു പോകും. മുഅ്മിനീങ്ങളായ ആളുകൾ ഹബീബിന്റെ കൂടെ നിൽക്കുന്നതും കാണുമ്പോൾ പറഞ്ഞു പോകും, യാ വൈലത യാ ലൈതനി യാ വൈലത ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കപ്പറ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിലേക്ക് ഹുബ്ബ് കൊണ്ട് ചേരാൻ, ഈമാൻ കൊണ്ട് ചേരാൻ, ഖുർആനോട്ട് കൊണ്ട് ചേരാൻ, തഹജ്ജുദ് കൊണ്ട് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തമ്മാടികളെ കൂട്ടുകാരായ ആളുകൾ അന്ന് മഹ്ശറിൽ ഉണ്ടാകും. അവർ പറയും, യാ വൈലത ലൈതനി ഇത്തഖൽതു യാ വൈലത ലൈതനി ലമത്തഖിർ ഫുലാനൻ ഖലീലാ. എനിക്ക് എൻ്റെ കൂട്ടുകാരനെ ഒഴിവാക്കാമായിരുന്നല്ലോ. കൂട്ടുകാരാണ് മനുഷ്യരെ നാശാക്കിയിട്ടുള്ളത്. കൂട്ടുകാർ മോശമായവരൊക്കെ പൊട്ടി പൊട്ടി കരഞ്ഞു മഹ്ശറിൽ. അല്ലാഹു കാക്കട്ടെ. അതിപ്പോൾ തീരുമാനിക്കുക, ഇപ്പം തീരുമാനിക്കുക. മഹ്ശറിലെ ഏറ്റവും വലിയ പരാജിതർ കൂട്ടുകാർ മോശമായവരായിരിക്കും. അല്ലാഹു നമുക്ക് നല്ലവരിൽ പെടുത്തട്ടെ. അതാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. നല്ലവരെ കൂട്ടുകാരാക്കുക, സാദിഖീങ്ങളെ കൂട്ടുകാരാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനേ, ഇത് ചിന്തിക്കണം. ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിന്റെ ചാർട്ട് പരിശോധിക്കണം. ഒരു ദുആ ഉണ്ട് എന്ന് കരുതി ഓടി വന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. 5 വഖ്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരുണ്ടാവും. വളരെ ചിന്തിക്കണം. കള്ള് കുടിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പൊന്നുമോനെ, ലൈലത്തുൽ ഖദറിൽ നേരം വെളുക്കുന്നവരെ സുജൂദിൽ കിടന്നാലും അല്ലാഹു പൊറുക്കാത്ത 3-4 വിഭാഗം ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം മദ്യപാനത്തിൽ നിന്ന് തൗബ ചെയ്യാത്തവരാ. ഖാല റസൂലുള്ളാഹി. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 4 വിഭാഗം ആളുകളായിരിക്കും ഏറ്റവും വാസനിക്കുക. ഒന്ന് കള്ളുടിയന്മാര്. അന്തനുമിൻ ജീവത്തിൽ ഹിമാർ, കഴുതയുടെ ശവം നാറുന്നതിനേക്കാൾ കള്ളുടിയൻ നാറും, മഹ്ശറിൽ നാറും. കുറച്ചോ നമ്മളെ കാക്കട്ടെ. മുഅ്മിനീങ്ങൾക്കൊക്കെ സുഗന്ധം ഉണ്ടാവും. അവന് അന്തനുമിൻ ജീവത്തിൽ ഹിമാർ, കഴുതയുടെ ശവം നാറുന്നതിനേക്കാൾ കള്ളുടിയൻ നാറും. കുറച്ചോ നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കട്ടെ. മഹ്ശറിൽ നിന്ന് 50,000 കൊല്ലം അവന്റെ കൂടെ നിൽക്കുന്നവർ അവനെ ശപിക്കും. ആരെ ശപിക്കും? ഉറക്കപ്പറ ആരെ ശപിക്കും? കള്ളുടിയനെ ശപിക്കും. കള്ളുകുടിയനെ ശപിക്കും. മഹ്ശറിൽ അവന്റെ കൂടെ നിൽക്കുന്നവൻ അവനെ ശപിച്ചു പോവും. ഏറ്റവും കൂടുതൽ വാസനിക്കുന്ന മറ്റൊരാള് പലിശയുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അവർക്ക് ഖിൻസീറിന്റെ തലയായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. പന്നിയുടെ തലയിരിക്കും പലിശയുമായി ബന്ധപ്പെടുന്നവർക്ക്. പഠിച്ചവനെ, അതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. മഹല്ലാന്തരം ഇന്ന് നമ്മളെ നാട്ടിൽ പലിശ വളരുകയാണ്. മുസ്ലിമീങ്ങൾ പലിശക്ക് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ, നാട്ടിലെ പല ഉമറാക്കളുടെയും അറിവോടെ പലിശക്ക് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പലിശക്ക് കൊടുക്കുന്ന ആളുകളുടെ തല ആ ദിവസം അവർക്ക് പന്നിയുടെ തലയായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. പന്നിത്തലയിലാണ് അവർക്ക്, പന്നിയുടെ തലയിരിക്കും. പഠിച്ചവനെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ റബ്ബേ. ഉറക്കപ്പറ അല്ലാഹു നമ്മെ കാക്കട്ടെ റബ്ബേ. മിനെ, ഇത് ചിന്തിക്കണം. എന്തുകൊണ്ട് പലിശ നിസ്സാരമല്ല? പലിശ എന്ന് പറയുന്നത് പലിശ നിസ്സാരമായ പലിശ പോലും തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. നിസ്സാരമായ പലിശ പോലും അങ്ങനെയാണ്. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കട്ടെ. ഉറപ്പിച്ചു, ഇതൊക്കെ ഉറപ്പിച്ചു. അതൊക്കെ ഒഴിവാക്കിയാലാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്ന വാക്കിന് അർത്ഥം ഉണ്ടാവുക. അല്ലാത്ത ഒരു വാക്കിന് അർത്ഥമില്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ.
മുഅ്മിനേ, പലിശയുമായി ബന്ധപ്പെടരുത്. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊഴിവാക്കണം. മഹ്ശർ അവന് ഏറ്റവും ഭയാനകമായ സ്ഥലമായിരിക്കും. ഏറ്റവും ഭയാനകമായിരിക്കും. അന്നവന് പന്നിയുടെ തലയായിരിക്കും. അന്നത്തെ ആ ദിവസം പന്നിയുടെ തലയായിരിക്കുമെന്ന് മാത്രമല്ല, അവന്റെ വായിലൂടെയും അവന്റെ ചെവിയിലൂടെയും അവന്റെ മൂക്കിലൂടെയും അവന്റെ ദുബറിലൂടെയും അഗ്നി പുറത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതാ. ഖാല റസൂലുള്ളാഹി. നമ്മളെ കാക്കട്ടെ. പലിശ 2 വിഭാഗം 3 വിഭാഗം ആളുകൾക്കായിരിക്കും. ചെവി കൂടെ തീ ഇങ്ങനെ പുറത്തേക്കും. കണ്ടിട്ടില്ലേ ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന? മനസ്സിലായില്ല. തീ ഇങ്ങനെ പാളുന്നത്. അതുപോലെ തീ വരും. എവിടുന്ന്? ചെവിയിലൂടെ, പിന്നെ മൂക്കിലൂടെ, കണ്ണിലൂടെ, വായിലൂടെ, പിന്നെ അവൻ്റെ ലൈംഗികാവയവത്തിലൂടെ തീ ഇങ്ങനെ പുറത്തേക്ക് വരും. തീ വന്നുകൊണ്ടേയിരിക്കും. കണ്ടവനറിയാം ഇവന് ഹറാമ് കഴിച്ചവനാ, ഇവൻ ഹറാമ് കഴിച്ചവനാ, ഇവൻ പലിശ കഴിച്ചവനാ, ഇവൻ ഹറാമ് കഴിച്ചവനാൻ പറയുണ്ടാവും. പിന്നെ യത്തീമക്കളെ മുതൽ തിന്നവർക്കും ഇതേ സൗഖ്യമുണ്ടാവും. നമ്മളെ കാക്കട്ടെ. യത്തീമക്കളെ മുതൽ തിന്നവർ കാരണമായി കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ. ചിന്തിക്കണം. യതീമക്കളുടെ മുതൽ കഴിച്ചവര്, യതീമക്കളെ മുതൽ കഴിച്ചവർക്ക് അതേ ആപത്തുണ്ടായിരിക്കും. യതീമക്കളെ മുതൽ കഴിച്ചവർക്ക് അതേ ആപത്തുണ്ടായിരിക്കും. കാരണമായി യതീമിന് അർഹതയില്ലാതെ യതീമിന്റെ മുതൽ കഴിക്കുക, പലിശ കഴിക്കുക, അമാനത്ത് വീട്ടാതിരിക്കുക. അമാനത്ത് വീട്ടാത്ത ആളുകൾക്കും അതേ ആപത്തുണ്ടായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ അവരിൽ നിന്ന് ഇങ്ങനെ തീയെ പോയിക്കൊണ്ടേയിരിക്കും സദാ നേരം. നിങ്ങൾ വളരെ ചിന്തിക്കണം. വ്യഭിചാരികളായ തെമ്മാടികൾ എന്ത് ചെയ്യും? അവരുടെ മുഖ്യസ്ഥാനം ആണുങ്ങളും പെണ്ണുങ്ങളും മഹ്ശറിയുടെ മരുഭൂമിയിൽ അടിച്ച് നടക്കുന്നതാ. ഖാല റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വ്യഭിചാരത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കട്ടെ. വ്യഭിചാരത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇത് പേടിക്കേണ്ട വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വ്യഭിചാരികളായ ആളുകൾ അവരുടെ ലൈംഗികാവയവം ആണുങ്ങളും പെണ്ണുങ്ങളും മഹ്ശറിയുടെ ഭൂമിയിൽ അടിച്ചു നടക്കും എന്നാണ് ഹബീബാ നബി. പലിശക്കാരൻ എന്ത് ചെയ്യും? പലിശക്കാരന് വേറെയുണ്ട്. പലിശക്കാരൻ അവനവന്റെ 2 കൈയിന്റെയും ഇടയിൽ അവനവന്റെ വയറ് താങ്ങിക്കൊണ്ടേയിരിക്കും. വീഴുകയും ചെയ്യും. വീഴും. ഖബറിൽ നിന്ന് പുറപ്പെട്ടാൽ 3000 കൊല്ലം കഴിഞ്ഞിട്ടേ ഹശറിന്റെ സ്ഥലത്തെത്തുകയുള്ളൂ. അതിനിടയിൽ അടി കിട്ടും. എത്ര? 3000 കൊല്ലം ഖബറിൽ നിന്നീറ്റാൽ മഹ്ശറിൽ അവൻ എത്തേണ്ടടുത്തെത്തുമ്പോൾ 3000 കൊല്ലം അടി കിട്ടും. എവിടെയാ അടിക്കുക? മലക്കുകൾ അവന്റെ മുഖത്തും അവന്റെ ദുബറിനും അടിക്കും. അവന്റെ മുഖത്തും അവന്റെ ബാക്കിലെ അവന്റെ ദ്വാരത്തിന്റെ അവിടെയും മലക്കുകൾ അടിക്കുന്നതാണ്. എണീക്കുമ്പോഴത്തിനും അടിച്ചോണ്ട മലക്കുകൾ കൊണ്ടുവരും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ് ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ അവസ്ഥയിലാവുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ നോക്കൂ, അർത്ഥം ഞാൻ പറയാം. വജാഅത് കുല്ലു നഫ്സിൻ, എല്ലാവരും മഹ്ശറിൽ വരുമ്പോൾ മഅഹാ സായിഖുൻ വശഹീദ്, എല്ലാവരുടെ കൂടെയും 2 ആളുണ്ടാവും. എല്ലാവരുടെ കൂടെയും ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരുമ്പോൾ 2 ആളുണ്ടാവും. എല്ലാവരുടെ കൂടെ ഉണ്ടാവും. ഒരാളുടെ കൂടെ 2 ആളുണ്ടാവും. ആരാ 2 ആൾ? ഒരാൾ അയാളെ തെളിക്കുന്ന ആളായിരിക്കും. ഒരാൾ അയാളുടെ സാക്ഷിയായി കർമ്മ പുസ്തകത്തിന്റെ സാക്ഷിയായിരിക്കും. ആരാണ് അയാൾ? ആ 2 ആളുകളെയും വഹിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. ആ 2 ആളെ ചുമന്നിട്ട് അന്ന് നമ്മൾ നടക്കുന്നത്. റഖീബ് അറ്റീദ് ഇവരാണ് നമ്മളെ കൊണ്ടുവരിക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 2 ആളുകളാണ് നമ്മളെ കൊണ്ടുവരിക. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ് ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാക ഫബസറുക അൽയൗമ ഹദീദ്. അടിച്ചുകൊണ്ട് എല്ലാവരുടെ കൂടെയും 2 ആളുണ്ടാവും.
ആ രണ്ടാൾ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കും. ഈ രണ്ടാളുകൾ മരിക്കുന്ന നേരത്ത് നല്ലവനാണെങ്കിൽ വ്യസനത്തോടെ പിരിയും. നല്ല മനുഷ്യന്മാര് മരിക്കുന്ന നേരത്ത് റഖീബ് അതീദ് അവരെ ചുമരിൽ നിന്ന് എണീക്കുന്ന നേരത്ത് പറയും കൈഫനുഫാരിഖുക, എങ്ങനെയാണ് നിന്നോട് വിട്ടുപിരിയുക? നിന്നോട് വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എത്ര നല്ല നല്ല ആളുകളുമായി നീ ഞങ്ങളെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എത്ര നല്ല കമ്മിൻ മജ്ലിസിൻ സാലിഹിൻ അഹ്ലർതനാ, എത്ര നല്ല സദസ്സിൽ നീ ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു. അല്ലാഹു അത് പറയാനുള്ള റഖീബ് അതീദ് അത് പറഞ്ഞുകൊണ്ട് നാം പിരിയുന്ന അവസ്ഥയിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിരിയുന്ന നേരത്ത് റഖീബ് അതീദ് വളരെ വ്യസനിച്ചുകൊണ്ടേ മുഅ്മിനോട് പിരിയുകയുള്ളൂ. മുഅ്മിനായ മനുഷ്യനോട് പറയും, എത്ര നല്ല ആളുകളോട് നീ ഞങ്ങളെ ബന്ധപ്പെടുത്തിയതാ എന്ന് മാത്രമല്ല, എത്ര നല്ല സദസ്സുകളിൽ നീ ഞങ്ങളെ കൊണ്ടുപോയതാ. നീ പേടിക്കണ്ട, നിനക്ക് സാക്ഷി പറയാൻ ഞങ്ങളുണ്ടാകും എന്ന് പറയും. എന്നിട്ട് കൊണ്ടുപോകും. അതാണ് വജാത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. നേരെ മറിച്ച് തെമ്മാടിയാണെങ്കിലോ സത്യനിഷേധിയാണെങ്കിലോ അവന്റെ ചുമലിൽ നിന്ന് പിരിയുന്ന നേരത്തെ മഹാനായ റഖീബ് അതീദ് അലൈഹി വസ്സലാത്തു വസ്സലാം ഒരു പറയാ, യാ ഖബീർ, തെമ്മാടി, നിന്നെ കൊണ്ട് ഞങ്ങൾ കുഴങ്ങിപ്പോയിരുന്നു. ഈ തെമ്മാടിയാണ്, നിന്റെ വൃത്തികേട് ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. കുറച്ചോ നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മുഅ്മിനെ വളരെ ഇത് ചിന്തിക്കണം. അവനെ വിട്ടുപിരിയുന്ന നേരത്തെ തെമ്മാടിയാണെങ്കിൽ വിട്ടുപിരിയുന്ന നേരത്തെ മലക്കുകൾ പറയും, യാ ഹബീബ്, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാ. യാ ഹബീബ്, വൃത്തികെട്ടവനെ, നിന്നെ കൊണ്ട് ഞങ്ങൾ കുഴങ്ങിയിരുന്നു. നല്ല ഒരു സദസ്സിൽ നീ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ലല്ലോ, നല്ലവരോട് ബന്ധപ്പെടുത്തിയിട്ടില്ലല്ലോ. യാ ഹബീബ്, വൃത്തികെട്ടവനെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ അവനെ അടിച്ചുകൊണ്ടാണ് റഖീബ് അതീദ് ഏറ്റെടുക്കുക. രണ്ടാളുണ്ടാവും. നമ്മളെ കൊണ്ടുപോകുന്നവരെ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നവരെ കൊണ്ടാണ് നടക്കുന്നത്. ഇതിന് കൂടുതൽ പറയേണ്ട ആവശ്യം, വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പറ്റി അവർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മളെ കൊണ്ടുപോകേണ്ട ആളുകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ട്. പഠിച്ചവനെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് അവരുണ്ടല്ലോ. മനസ്സിലായില്ല, ഇതിപ്പോൾ നമ്മൾ പറയുന്നത് അവര് കേൾക്കുന്നില്ലേ? മുഅ്മിനേ, ഇതൊന്ന് ചിന്തിക്ക്. മുഅ്മിനേ, ഇതൊന്ന് മനസ്സിലാക്ക്. മുഅ്മിനേ, ഇത് വളരെ പടച്ചോനെ പേടിച്ചൊന്ന് കരഞ്ഞോ മുഅ്മിനേ. ലാ യദ്ഖുലുൻ നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവർ നരകത്തിൽ കിടക്കുകയില്ല. ഇന്ന് കരയേണ്ട ഒരു സമയമാണ്. ഇന്ന് കരയേണ്ട ദിവസമാണ്. ഇന്ന് കരയേണ്ട ദിവസം. കരയില്ല. ആരാ കരയുന്നത്? ഇബ്നു മസ്ഊദ്. മരണസമയമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് കയറിച്ചത്. നമ്മൾ വിചാരിക്കണം എന്തിനാ നമ്മൾ കരയുന്നത്, അനുപത്രം എന്തേ ചെയ്തത്? വീട്ടിൽ സയ്യിദ്നാ ഇബ്നു മസ്ഊദ്, വർക്കപ്പറ ഇബ്നു മസ്ഊദ്, വേർച്ചെന്ന് ഞാൻ ആ വിവരം പറഞ്ഞു തരൂല. നല്ല റാഹത്തിലിരുന്നാലേ ഞാൻ ആ വിവരം പറഞ്ഞു തരും. കേട്ടോ, ഇത് തമാശ പറയല്ല.